റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തുന്ന ആളല്ല. നേരത്തെ സൂചിപ്പിച്ചിരുന്നു അക്കാര്യം. അതായത് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, ഉപയോഗിക്കുന്ന ശൗചാലയമാകട്ടെ, സഞ്ചരിക്കുന്ന വാഹനമാകട്ടെ, ഇതെല്ലാം അതീവ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി റഷ്യയുടെ ഔദ്യോഗികമായ പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാർ ഓറസ് സെനറ്റ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. ഇത് പുടിന് യാത്ര ചെയ്യുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ അത്യാഡംബര വാഹനം അല്ലെങ്കിൽ അതീവ സുരക്ഷ ഉള്ള ഈ വാഹനം എത്തിച്ചത്. ലോകത്തിലെ തന്നെ അത്യാഡംബര കാറുകളിൽ ഒന്നാണ് ഈ ലിമസീൻ എന്നത്. ആദ്യമായിട്ടല്ല ഈ വാഹനം മാധ്യമ ശ്രദ്ധയിൽ ഇടം പിടിക്കുന്നത്. മുൻപ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുടിനൊപ്പം നരേന്ദ്രമോദി എത്തിയത് ഇതേ ലിമോസിനിൽ ആയിരുന്നു എന്നുള്ളതാണ്. അന്ന് പുടിൻ നരേന്ദ്രമോദിക്ക് വേണ്ടി കാത്ത് നിന്നതും അങ്ങനെ മോദി എത്തുന്നതും ആ വാഹനത്തിൽ കയറിപ്പോകുന്നതുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നൽകിയത്. റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സാണ് ഈ ഓറസ് സെനറ്റ് എന്ന വാഹനം നിർമ്മിക്കുന്നത്. 2018 രാജ്യാന്തര തലത്തിൽ പുറത്തിറക്കിയ ഈ വാഹനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഔദ്യോഗിക വാഹനം എന്ന നിലയിലാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. സാധാരണ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള വാഹനമാണ് പുടിനായുള്ള ഈ വാഹനം. കോർട്ടേജ് എന്നാണ് പുടിൻ്റെ ഉപയോഗത്തിനായുള്ള ഓറസ് സെനറ്റിന് പേര് നൽകിയിട്ടുള്ളത്. ഓറസ് സെനറ്റിൻ്റെ നീളത്തിൽ ഉള്ള ലിമസീൻ മോഡൽ ആണ് പ്രസിഡന്റിന്റെ കാറായി ഉപയോഗിക്കുന്നത്. ആ വാഹനം ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ നിലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കുന്നത് ഈ വാഹനത്തിലാണ്. ഈ വാഹനത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ആ വാഹനത്തിൻ്റെ ഡോർ സംവിധാനങ്ങൾ ഉൾപ്പെടെ, അതായത് 5 ഡോറുള്ള സെഡാൻ രൂപത്തിലുള്ള വാഹനമാണ് ഈ ഓറസ് സെനറ്റ് എന്നുള്ളത്. ഇത് എല്ലാവർക്കും വാങ്ങാൻ സാധിക്കുന്ന വാഹനമാണ്. പക്ഷേ വ്ളാഡിമിർ പുടിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ അതിൽ ഒട്ടേറെ സുരക്ഷാ ഫീച്ചേഴ്സ് അധികമായി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റോൾസ് റോയ്സ് ഫാൻഡമിനോടാണ് പുറംകാഴ്ചയിൽ ഈ വാഹനത്തിന് സാമ്യം എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 1940കളിലെ സോവിയറ്റ് ലിമോസീനുകളിൽ ഒന്നായ ZIS 110 വാഹനത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. നമുക്കറിയാം, പലപ്പോഴും ഈ കാർ പ്രേമികളൊക്കെ പഴയ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ പഴയ വാഹനങ്ങളുടെ ഒരു രൂപഭാവം ആണ് ഈ വാഹനത്തിനും ഉള്ളത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ടത് ഈ വേണ്ടത്ര പ്രതിരോധ സംവിധാനങ്ങൾ ഇതിന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാൻ പറ്റുന്ന ബുള്ളറ്റ് പ്രൂഫ് സംവിധാനത്തോടു കൂടിയ വാഹനം ആണ് ഇത്. ഒപ്പം ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന അടിഭാഗം ആണുള്ളത്. നമുക്കറിയാം, കുഴിബോംബുകൾ പോലെ, അതായത് ഈ ലോക നേതാക്കളെ പലരെയും ആക്രമിക്കുമ്പോൾ നേരിട്ടുള്ളൊരു ആക്രമണമൊന്നും ആകണമെന്നില്ല. അപ്പോൾ താഴെ, അതായത് അടിഭാഗത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ പോലും ഈ വാഹനത്തിന് കാര്യമായ പരുക്ക് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒപ്പം നമുക്കറിയാം, ഈ വായു സഞ്ചാരം, അതായത് ഈ വാഹനത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ട് ഒരല്പസമയത്തേക്ക് ഒക്കെ അതിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടായാൽ വാഹനത്തിൻ്റെ ചില്ലുകൾ അടച്ചിട്ട് വാഹനം ഓഫായാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം, നമുക്ക് ശ്വാസം മുട്ടും. എന്നാൽ ഈ വാഹനം അങ്ങനെയല്ല. അവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രത്യേക ഓക്സിജൻ ലഭിക്കുന്ന, അതായത് വായു എപ്പോഴും ലഭിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട അവശ്യഘട്ടത്തിൽ പ്രയോഗിക്കാനുള്ള ആയുധ ശേഖരം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, സാധാരണ നിലയിൽ ലോക നേതാക്കളുടെ വാഹനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഡേറ്റകളൊന്നും സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പുറത്തുവിടാറില്ല എങ്കിൽ പോലും ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത്. ഇനിയാണ് ആ ദൃശ്യങ്ങൾ പ്രധാനപ്പെട്ടതാവുന്നത്. അതായത് പാലം വിമാനത്താവളത്തിൽ റഷ്യൻ പ്രസിഡന്റ് എത്തുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദി ചെല്ലുന്നു, ആശ്ലേഷിക്കുന്നു. പുടിൻ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാണ്. കാരണം ഔദ്യോഗികമായ സ്വീകരണം എന്നത് ഹൈദരാബാദ് ഭവനിലാണ് നടക്കുന്നത്. ഒരു ലോക നേതാവിനെ മറ്റൊരു ലോക നേതാവ് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബഹുമാനാർത്ഥമായ സ്വീകരണമായിട്ട് വേണം നമുക്ക് കാണാൻ. അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് പുടിൻ ഇറക്കുമതി ചെയ്ത, അല്ലെങ്കിൽ പുടിൻ ഇവിടേക്ക് എത്തിച്ച ആ വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതായിരുന്നില്ല. മറിച്ച് ഇന്ത്യ തയ്യാറാക്കിയ ഫോർച്യൂണർ വാഹനത്തിൽ ആണ് ഇരുവരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ വ്ളാഡിമിർ പുടിനും സഞ്ചരിച്ചത് എന്നതാണ് ഇപ്പോൾ ലോകം ഒന്നാകെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ മികവും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ മികവും കൂടിയാണ് അതിന് കാരണം. അല്ല എങ്കിൽ ഇത്തരത്തിൽ ഒരു വാഹനം ഉപയോഗിക്കാൻ പുടിൻ തയ്യാറാകില്ല. ഈ വാഹനത്തെ അനുഗമിക്കുകയാണ് പുടിൻ്റെ അത്യാഡംബര വാഹനം ചെയ്തത് എന്നതാണ്
പ്രാധാന്യം എന്നുള്ളത്. അതുകൊണ്ട് ലോക നേതാക്കളുടെ ഇത്തരം സഞ്ചാരങ്ങളും ഇത്തരം ചിത്രങ്ങളുമൊക്കെ കേവലം ചിത്രങ്ങളായി നമ്മൾ കണ്ടാൽ പോരാ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തുകൂടി വിളിച്ചോതുന്ന ഒന്നാണ്. അതായത് ലോക നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി മാറുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്താണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു. അവിടെയാണ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിൽ വ്ളാഡിമിർ പുടിൻ കയറുന്നത്. അതാകട്ടെ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതി വരെ അവിടെ പുടിൻ്റെ വാഹനം അതിനെ അനുഗമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രണ്ട് ലോക നേതാക്കൾ സഞ്ചരിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശവും വളരെ വലുതാണ്. കാരണം ഇപ്പോൾ അമേരിക്ക എപ്പോഴും ആവർത്തിക്കുന്നത് ഇന്ത്യ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുഡ് ഫ്രണ്ട് എന്നാണ് പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ആ ഫ്രണ്ട് തന്നെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് അധിക തീരുവ അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. അത് ഈ പുടിനുമായുള്ള സൗഹൃദം അല്ലെങ്കിൽ റഷ്യയുമായുള്ള സൗഹൃദം അതിൻ്റെ പേരിൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം കൂടിയാണ് ഈ യാത്ര. അതായത് റഷ്യൻ പ്രസിഡന്റ് റഷ്യ എന്ന രാജ്യം തങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് ഈ ദൃശ്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കാൻ തന്നെയാണ് ഭാവിയിലും തീരുമാനം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ യാത്രയിലൂടെ. അതിനെ പിന്താങ്ങുന്ന, അതായത് ഇന്ത്യയുടെ നിലപാട് എന്താണോ ആ നിലപാടിനൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് പുടിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ തയ്യാറാക്കിയ വാഹനത്തിൽ പുടിൻ കയറി യാത്ര ചെയ്യുന്നത്. അത് ചെറിയ സന്ദേശം ഒന്നുമല്ല ലോകത്തിന് നൽകുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് നൽകുന്നത്. അവിടെയാണ് റഷ്യയും ഇന്ത്യയും കൂടുതൽ കൈകൊടുക്കാൻ പോകുന്നത്. പുടിൻ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത് റഷ്യ ഇന്ത്യയുമായും ചൈനയുമായും സഹകരണം മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും ഉണ്ടായേക്കും. എന്തായാലും ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ യാത്രയെ, പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരുമിച്ചുള്ള യാത്ര, ആ യാത്രയെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്.